ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ന്യൂ എഡിസൺ ടെക്കിൽ വീണ്ടും ഒരിക്കലും കൂടി സ്വാഗതം. ഞാൻ നിങ്ങളെ അമൽ ബാബു. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന പറഞ്ഞ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഇപ്പം ബിഗ് ബില്യൺ ഡേയ്സ് ഒക്കെ നടക്കുമല്ലേ, ആമസോണിലായാലും ഫ്ലിപ്കാർട്ടിലായാലും. ഞാൻ ആമസോണിൽ നിന്നൊരു സംഭവം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു യൂട്യൂബറാണോ അതോ ഒരു ഫോട്ടോഗ്രാഫറാണോ, അവർക്ക് ഉപകാരപ്രദമാകുന്നൊരു വീഡിയോ ആണ്. ഞാൻ യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യാൻ നേരത്തെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. ഹൈറ്റ് വെച്ച് എടുക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടാണ്. കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അതിനുവേണ്ടി ഞാൻ ബുക്ക് ചെയ്തൊരു സാധനമാണ് ഒരു ട്രൈപോഡാണ്. ഞാനൊരു ട്രൈപോഡ് മുമ്പൊരെണ്ണം മേടിച്ചിട്ടുണ്ട്. 300-350 രൂപ റേഞ്ച് വരുന്ന ട്രൈപോഡ് മേടിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കത് ഹൈറ്റ് കുറവാണ്, അതുമല്ല ക്വാളിറ്റി വളരെ മോശമാണ്. പല സമയങ്ങളിൽ ക്യാമറ ചരിഞ്ഞ് എന്ന് വെച്ചാൽ ഫോൺ ചരിഞ്ഞ് തറ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് അങ്ങനെ ഞാൻ കുറേ നാളെ ആഗ്രഹിച്ചാണ് ഇത്രയും ഒരു ട്രൈപോഡ് മേടിക്കണമെന്ന്. ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 1600 രൂപയാണ്. ആമസോണിൽ നിന്ന് മേടിച്ചാണ്. ഇത്ര നമ്മൾ സംഭവത്തിലോട്ട് കടന്നല്ലോ. ഫ്രണ്ട്സ്, ബോക്സ് അങ്ങനെ ഓപ്പൺ ചെയ്യുകയാണ്. സംഭവം ട്രൈപോഡാണ്, പക്ഷെ ബോക്സിൻ്റെ വലുപ്പം കണ്ടാൽ എന്തോ വലിയ ഐറ്റം പോലാണ്. ഇത്ര ഐറ്റമാണ് നമ്മൾ ബോക്സിനകത്തുള്ളത്. കുറച്ച് വേസ്റ്റ് പേപ്പറാണ്, അത് നമുക്ക് വലിയ ഉപയോഗമൊന്നുമില്ല. നമ്മുടെ ട്രൈപോഡാണ്. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. സിംപെക്സ് എന്ന ബ്രാൻഡാണ്. ആ ഒരു ബ്രാൻഡിൽപ്പെട്ട C606 ട്രൈപോഡ് എന്ന ഒരു സീരിയൽ നമ്പർ വെച്ചിട്ടുള്ള ട്രൈപോഡാണിത്. 3 കളറാണ് വേരിയൻറ്റ് വരുന്നത്. ബ്ലാക്ക്, റെഡ്, ബ്ലൂ, അങ്ങനെ 3 കളറാണ് വരുന്നത്. ബോക്സ് ഒന്ന് തുറന്നു നോക്കിയാലോ. ഇതിനകത്ത് അവരെ പ്രൈസ് അടിച്ചതെന്ന് പറഞ്ഞാൽ 1999, എന്ന് വെച്ചാൽ 2000 രൂപ പ്രൈസാണ് ഇട്ടേക്കുന്നത്. നമുക്കൊരു 1600 രൂപയ്ക്കാണ് ഇത് കയ്യിൽ ലഭിച്ചത്. നമുക്ക് ആദ്യം തന്നെ തുറക്കുമ്പോൾ നമുക്കൊരു ബാഗിനകത്താണ് നമ്മൾ ട്രൈപോഡ് ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള തുണിയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള തുണിയാണ്. കാരണം നമ്മളെ സാധാ ബാഗില്ലേ, ഞാൻ ഈ നേരത്തെ ട്രൈപോഡ് ഒഴിച്ചപ്പോൾ അത് ഉപയോഗിച്ചിരുന്ന തുണി എന്ന് പറഞ്ഞാൽ ലോക്കൽ ഒരു പ്ലാസ്റ്റിക് കവർ പോലെയായിരുന്നു. പക്ഷേ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല ലോ ക്വാളിറ്റിയുള്ള സിബാണ്. നമ്മൾ ബാഗിൻ്റെ സിബ് വരത്തില്ല, അത്രയും വലിയ സിബാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ട്രൈപോഡ് ഇതാണ്. അതിനകത്തൊരു മാനുവൽ, അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളുണ്ട്. പിന്നെ സിലിക്കൺ ജെല്ലുണ്ട്. പിന്നെ ബാഗിനകത്ത് വേറെ ഒന്നുമില്ല. അത്യാവശ്യം നല്ല ബാഗാണ്. നമുക്ക് ബാഗും കൊണ്ട് മാറ്റി വെച്ചേക്കാം. ഇതാണ് നമ്മുടെ ട്രൈപോഡ്. പക്ഷേ നല്ല പാക്കിങ് കേട്ടോ. ആമസോൺ നല്ല രീതിയിൽ പാക്ക് ചെയ്താണ് ഇട്ടേക്കുന്നത്. കാരണം അത്രയും വലിയ ബോക്സിനകത്താണ് ഈ ട്രൈപോഡ് വന്നത്. അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ്. എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ കൈ കൊണ്ട് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് കേട്ടോ. മെറ്റൽ ബോഡിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല മെറ്റൽ ബോഡിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് കൈ കൊണ്ട് ഈ ഭാഗത്ത് പിടിക്കാൻ വേണ്ടി ചെറിയൊരു എന്താ പറയുന്നത്, ഒരു നല്ല സ്പോഞ്ച് പോലുള്ള ഒരു ഗ്രിപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഞാൻ ഉപയോഗിച്ചിട്ടിരിക്കുന്ന ട്രൈപോഡ് എന്ന് പറഞ്ഞാൽ ഒരു 3 അടി ഹൈറ്റ് മാത്രമേ ഉള്ളൂ. അലൂമിനിയത്തിൻ്റെ 3 അടി ഹൈറ്റുള്ള ഒരു ട്രൈപോഡാണ്. അത് എനിക്ക് ഒരുപാട് ഉയരത്തിൽ നിന്ന് ഒരു വീഡിയോ ചെയ്യാൻ അതുകൊണ്ട് പറ്റത്തില്ല. ഞാൻ ഇത്രയും ഹൈറ്റ് താന്നിരുന്നാൽ എനിക്ക് ആ ട്രൈപോഡ് കൊണ്ട് പറ്റത്തുള്ളൂ. ഒരു യൂട്യൂബറിനെ അപേക്ഷിച്ച് നല്ല ഹൈറ്റിൽ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ആ രീതിയിലാണ് അവർക്ക് കറക്റ്റായിട്ട് ആ ഒരു വീഡിയോ എഫക്റ്റും കാര്യങ്ങളെല്ലാം കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഈ ട്രൈപോഡ് എന്ന് പറഞ്ഞ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് അലുമിനിയം ബോഡി തന്നെയാണ്. പക്ഷേ നല്ല ബിൽഡ് ക്വാളിറ്റി, നല്ല രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ തൊട്ട് താഴെ തന്നെ ഒരു എന്താ പറയുക, ഇതിൻ്റെ ലെഗ്, ഈ കാല് ബാലൻസ് ചെയ്യാനുള്ള 3 പീസുകൾ, അതിങ്ങനെ എപ്പോഴും നല്ല രീതിയിലാണ്. നമ്മൾ കാറിൻ്റെയൊക്കെ മിറർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതേ കണക്കാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അതുകൂടാതെ പിന്നെ ഇതിനകത്തൊരു സ്പിരിറ്റ് ലെവലുണ്ട്. സ്പിരിറ്റ് ലെവലാണോ എന്ന് എനിക്ക് അറിയാൻ ചെറിയൊരു സ്പിരിറ്റ് ലെവലുണ്ട്. നമുക്ക് ആ ഒരു ഫ്ലോർ കറക്റ്റ് ആക്കാനുള്ള ചെറിയ സ്പിരിറ്റ് ലെവലുണ്ട് ഇതിനകത്ത്. അതുകൂടാതെ ഇതിനകത്ത് ഒരുപാട് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് അറിയാൻ വയ്യ. പിന്നെ എൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1.1 kg ആണ് ആ ഒരു ഇതിൻ്റെ ബോക്സിനകത്ത് എഴുതിയിരുന്നത്. അതുകൂടാതെ ഇതിൻ്റെ മാക്സിമം ലോഡ് കപ്പാസിറ്റി 2 kg ആണ്. 2 കിലോ വരെ ഇതിനകത്ത് ലോഡ് കൊടുക്കാം. പിന്നെ എൻ്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 1444 mm ഹൈറ്റാണ് ഇതിനകത്ത് കൊടുക്കാൻ പറ്റുന്നത്.
പിന്നെ ഇതിനകത്ത് ഒരു ടോപ്പിലത്തേക്ക് നമ്മൾ ക്യാമറ വെക്കാനുള്ള ഒരു മോൾഡുണ്ട്. ആ മോൾഡ് ഇതിനകത്തില്ല. അത് ഞാൻ പർച്ചേസ് ചെയ്യാൻ വിട്ടുപോയി. അതെന്തായാലും മേടിക്കണം, എന്നാലേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ ഇതിനകത്ത് സൈഡിൽ ലോക്കുണ്ട്. ലോക്ക് എന്തിനാണെന്ന് എനിക്ക് അറിയാൻ വയ്യ, ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ ഇതിങ്ങനെ ഊരിയെടുക്കാനൊക്കെ പറ്റുന്ന രീതിയാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് ക്യാമറയുടെ ആ ഒരു മോൾഡ് വെച്ച് മുറിക്കാനുള്ള ചെറിയ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് തിരിച്ച് സെറ്റ് ചെയ്ത് വെക്കാം. സംഭവം എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേക ഒരു ക്വാളിറ്റി നമുക്ക് കൈക്ക് ഫീൽ ചെയ്യും. നല്ല വെയിറ്റ് ഉണ്ട്, ഒരു 100-200 പറഞ്ഞ ഉള്ളതായിരിക്കും. നല്ല വെയിറ്റ് ഉണ്ട് സംഭവം. പിന്നെ അത് ഉപയോഗിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നമുക്ക് ലോക്ക് ഇടുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ കഴിയാം. പിന്നെ ഇതിനകത്തൊരു ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ അടിപൊളി. നമുക്കിങ്ങനെ പൊക്കയും താക്കാനൊക്കെ പറ്റുന്നൊരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ലിവറൊക്കെ ഉണ്ട് സൈഡിൽ. അത് സൂക്ഷിച്ചൊക്കെ ഉപയോഗിച്ചാൽ കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യും. കാരണം ഇതിൻ്റെ ടൈറ്റിനനുസരിച്ചാണെങ്കിൽ ഇത് സോറി ഇവിടെ ടൈറ്റ് ആവാൻ ഇവിടെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കേട്ടോ. ഇത് ലൂസ് ചെയ്തിട്ട് പൊക്കാനും താക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഇത് കംപ്ലൈൻറ്റ് ചെയ്യാൻ ചാൻസ് ഫുള്ളായിരിക്കും. അതിപ്പോൾ സിമ്പിളായിട്ട് പൊങ്ങുന്നുണ്ട്. തന്നെ താന്നും പോകും കേട്ടോ. അതുകൂടാതെ ഇനി ഇതിനകത്ത് താഴെ ഒരു സംഭവമുണ്ട്. അതെനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ഹാങ് ചെയ്തിടാനോ, ചിലപ്പോൾ ഇത് പൊക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബാഗ് തൂക്കിയിടാൻ വേണ്ടിയൊക്കെ ആയിരിക്കും. നമുക്കിനി ഇത് ഹൈറ്റ് ഒന്ന് പൊക്കി നോക്ക്, എത്രമാത്രം പൊക്കം വരുമെന്ന്. ട്രൈപോഡ് എന്തുമാത്രം ഹൈറ്റ് വരുമെന്ന് നമുക്ക് നോക്കാം. സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൈയുടെ നീളം അത്രയേ ഉള്ളൂ, ഒരു കൈയുടെ ഇത്രയുള്ളൊരു നീളം. അത് നമുക്ക് ഹൈറ്റ് കൂട്ടി എത്രമാത്രം ഹൈറ്റ് വരുമെന്ന് നോക്കാം. ഓക്കെ, അന്നേരം ഈ ക്ലിപ്പാണ് 3 ലെഗിലും കുറേ ക്ലിപ്പുണ്ട്. ഒരു 3 ക്ലിപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് നൂത്ത് നോക്കാം. അടിപൊളി നീളം കണ്ടോ. സൂപ്പർ. ആ ക്ലിപ്പ് ഇടുമ്പോഴുള്ള ശബ്ദം നല്ല രസമാണ് കേൾക്കാൻ കേട്ടോ. മറ്റേ ശബ്ദമല്ല, പേടിയിടാൻ. കാരണം അത് പൊട്ടിപ്പോകുന്നൊരു രീതി ഉണ്ടായിരുന്നു. അടിപൊളി. ഇപ്പം തന്നെ എൻ്റെ ഒരു പാതി ഹൈറ്റോളം ആയിട്ടുണ്ട്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം നമുക്ക് ആ പൊസിഷൻ മാറ്റാം. നമുക്ക് ഒരു ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നല്ല ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി പിടിച്ചൊക്കെ നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാൻ പറ്റും. കാരണം നല്ല ഹൈറ്റ് ഉണ്ട്. നമുക്ക് കൈ കൊണ്ട് താത്തു വയ്ക്കലും അത് നമുക്ക് കൈ കൊണ്ട് പിടിക്കുമ്പോൾ നല്ല രീതിയിൽ അറിയാൻ പറ്റും. കാരണം എന്തുമാത്രം ലോഡ് ഭാരം മതി താങ്ങുമെന്നുള്ള. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കാം. പൊക്കിയത് എവിടെ വരെ പോകുമെന്ന് നോക്കാം. കുറേശ്ശെ പതുക്കെ കറക്കി കൊടുക്കുക. നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട് കേട്ടോ. തിരിയത്തൊന്നുമില്ല കേട്ടോ. നല്ല സ്മൂത്തായിട്ട് പൊങ്ങി പോകുന്നുണ്ട്. ഇത്രയുണ്ട് കേട്ടോ, ഇത്രയേ ഉള്ളൂ. നമുക്കിവിടെ ഈ ഭാഗത്ത് ഇത് ഫുൾ പൊക്കിക്കഴിഞ്ഞാൽ ഇത് ടൈറ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു ചെറിയൊരു ബോൾട്ട് പോലുള്ള സംഭവമുണ്ട്. അത് നമുക്ക് കൈ കൊണ്ട് തന്നെ ചെയ്യാം. ഇനി ഇതിൻ്റെ ടോപ്പിലത്തെ കാര്യങ്ങൾ പറയാനുള്ളത്, കാരണം ഈ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതും പിന്നെ ഇവിടുത്തെ കുറേ ഫിറ്റിങ്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് ഐറ്റം ഉണ്ട്. അത് ഞാൻ ട്രൈപോഡ് അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്നതും ക്യാമറ നിൽക്കുന്നതുമായിട്ട് ഒരുപാട് ദൂരമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ഇച്ചിരി അടുപ്പിച്ച് വെക്കാം. എന്ന് വെച്ചാൽ എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ തലയ്ക്ക് മുകളിൽ വരെ, താടിയുടെ ഭാഗം വരെ ഇപ്പം ഈ ക്യാമറയുടെ എന്ന് വെച്ചാൽ ഈ ട്രൈപോഡിൻ്റെ ഹൈറ്റ് ഇപ്പോൾ ഉണ്ട്. അത്യാവശ്യം നല്ല ഹൈറ്റാണ് കേട്ടോ. ഒരുപാട് കുറവല്ല, നല്ല ഹൈറ്റാണ്. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും കഴിയും. അതുകൊണ്ട് ഞാൻ താത്ത് വെക്കുവാണ്. താത്ത് വെച്ചിട്ട് എൻ്റെ ഫോണിൽ ക്യാമറ അടുപ്പിച്ച് കൊണ്ടുവരാൻ പോവാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ട്രൈപോഡിനകത്ത് ഇപ്പം ഇതൊരു അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. ഈ ലിവർ നമ്മൾ ഒന്ന് ജസ്റ്റ് തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്യാമറ ഇരിക്കുമെന്ന് വിചാരിച്ചൂടെ. ക്യാമറ ആയാലും ഫോണിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതങ്ങനെ ജസ്റ്റ് പൊക്കുകയും താക്കുകയും ഒരു പ്രത്യേക ആംഗിൾ നമ്മൾ ആവശ്യാനുസരിച്ചുള്ള ആംഗിളിൽ വെക്കുകയും ചെയ്യാം. അതുകൂടാതെ തന്നെ ഇത് നമ്മളൊരു ആംഗിൾ വെച്ചതിന് ശേഷം ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇവിടെ ത്രെഡുണ്ട്. ഇത് ലിവറാണ്. ലിവർ എന്ന് പറയുന്ന ഒരു അടപ്പ് കിട്ടിയ സാധനമാണ്. ഇതിങ്ങനെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാം. അത് തിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ബെയറിങ്ങിനകത്ത് നിന്ന് കറങ്ങുന്നത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഒരു പ്രത്യേക ഫീലിംഗാണ് അനക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും. കൊള്ളാം, അത് അടിപൊളിയാണ്. പിന്നെ നമ്മൾ ആദ്യമേ ഇളക്കി നോക്കിയതാണ്. ഇത് ലോക്കാണ്. ലോക്ക് ഇളക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് ഈ പീസ് ഇളക്കിയെടുക്കാം. ഇത് കൊണ്ട് ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്ക്രൂ ആണ്. ഇവിടെ ക്യാമറ ആയാലും നമ്മളെ ഫോൺ വെക്കുന്ന ആ ഒരു മോൾഡായാലും വെച്ചിട്ട് നമ്മൾ സ്ക്രൂ ചെയ്ത് വെക്കാം. എന്ന് വെച്ചാൽ ഇളക്കി പോകത്തില്ല, ഫിറ്റ് അവിടെ ഇരിക്കും. നമ്മൾ തിരിച്ചത് അവിടെ തന്നെ വെച്ചേക്കാം. ഈ ലോക്കിൽ ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ വലിക്കുക.
ഇടുക. സിമ്പിൾ, സംഭവം എളുപ്പമാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഇവിടെ ഒരു ലിവറുണ്ട്, ലിവറല്ല ഒരു ബോൾട്ട് പോലാണ്. അത് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടോപ്പിലത്തെ ഈ പീസ് മുഴുവൻ പൊക്കി ചരിച്ച് നമുക്ക് ഉപയോഗിക്കാം. കാരണം ഇതുകൊണ്ട് നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ക്യാമറ ചരിച്ച് ഉപയോഗിച്ചും നോക്കാം. നമുക്ക് പലതരം ആംഗിളുള്ള വീഡിയോസും ഫോട്ടോസും എല്ലാം എടുക്കാൻ കഴിയും. പുതിയ ട്രൈപോഡിൻ്റെ ടോപ്പിൽ ഇരുന്ന ആ ഒരു പീസാണ്, അത് ഞാൻ ഇളക്കി എടുത്തിരിക്കുകയാണ്. തൊട്ട് ബാക്കിൽ തന്നെ ഒരു സ്ക്രൂ ഉണ്ട്. ഇത് പറഞ്ഞാൽ എൻ്റെ പഴയ ട്രൈപോഡിൻ്റെ ടോപ്പിൽ ഇരുന്ന ആ ഒരു മോൾഡാണ്. ആ മോൾഡ് എടുത്ത് ഞാൻ ഇതിനകത്ത് വെച്ച് സ്ക്രൂ ചെയ്യുകയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു ലോക്കുണ്ട്. ആ ലോക്കിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ചാടിപ്പോകാൻ നോക്കുക. ഇതിന് തൊട്ട് താഴെ ലോക്ക് വീണാൽ തന്നെ ലോക്കായിരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഹോളും ഉണ്ട്. അത് കറക്റ്റായിട്ട് അങ്ങനെ വെക്കുക. സ്ക്രൂ ചെയ്യുക. സ്ക്രൂ എന്ന് പറഞ്ഞാൽ ആ ഒരു ബോൾട്ടാണ്, അതിന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഹായ് ഫ്രണ്ട്സ്, അന്നേരം എൻ്റെ പുതിയ ട്രൈപോഡിനകത്ത് വെച്ചുള്ള വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. സംഭവം അടിപൊളിയാണ് കേട്ടോ. കാരണം നേരത്തെ എന്നിട്ട് ഒരുപാട് താന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ കുരിഞ്ഞി നിന്നും കുത്തിയിരുന്നൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഓരോന്ന്. കാരണം ഈ കാലിന് കുറച്ച് താഴെയുള്ള പോർഷൻ ഞാൻ കാണിക്കാതെ തന്നെ മുട്ട് കുത്തി നിന്നാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. കാരണം അത്രയും ബുദ്ധിമുട്ടായിരുന്നു. ഇതിപ്പം കറക്റ്റായിട്ട് എൻ്റെ സ്ട്രെയിറ്റ് തന്നെ ക്യാമറ ഇരിക്കുന്നു. കാരണം വെച്ചാൽ ദൂരോട്ട് പോയി നിന്നാലും അടുത്തോട്ട് നിന്നാലും എൻ്റെ ഫേസ് അതിന് മാറിപ്പോകുന്നു ഇപ്പം. കാരണം അത്രയ്ക്കും നല്ല രീതിയിൽ എനിക്കത് വെച്ച് ആ ട്രൈപോഡ് കൊണ്ട് ഞാൻ അന്നേ ചിന്തിക്കേണ്ടായിരുന്നു. അത്യാവശ്യം ഇച്ചിരി ആ 300-350 രൂപ ചിലവാക്കിയ സാധനത്ത് ഒരു 1500 രൂപ എന്ന് പറഞ്ഞാൽ വലിയ 1600 രൂപ. ഇപ്പോൾ എത്ര അറിയാം, ബിഗ് ബില്യൺ ഡേയ്സ് സമയത്താണ് ഞാൻ മേടിച്ചത്. അന്നേരം എനിക്ക് അത്യാവശ്യം 1600 രൂപ റേഞ്ചിന് എനിക്ക് സാധനം കിട്ടി. പക്ഷെ അന്ന് ഞാൻ ചിന്തിച്ചായിരുന്നു ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു. കുറച്ച് ക്യാഷും കൂടെ അധികം ആകുമായിരുന്നു. 1600 രൂപ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എനിക്ക് വലിയ എമൗണ്ടാണ് കേട്ടോ. എനിക്ക് വലിയ എമൗണ്ടാണ്. അന്നേരം നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്നുള്ള വീഡിയോ പെട്ടെന്ന് കാണാൻ വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോ അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വേറെ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് താഴെ തന്നെ അതിൻ്റെ ലിങ്ക് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ആമസോണിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയി നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അന്നേരം വീണ്ടും ഇതിലും മികച്ചൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.